ഹായ് അമ്മ, ഹാപ്പി ബർത്ത്ഡേ. 50 വയസ്സായല്ലേ? എന്താല്ലേ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അമ്മയ്ക്ക് 39 വയസ്സ് കഴിഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് പോയിട്ടുണ്ടായിരുന്നില്ല. കുറേ കാലം 39 അപ്പൊ അത് 40 കൂട്ടാലോ അല്ലേ? അപ്പം അമ്മയുടെ ഈ 50ാം പിറന്നാളില് അമ്മയുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് അമ്മേനെ പറ്റി എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. സോണിക്കുട്ടിയെ ഹാപ്പി ബർത്ത്ഡേ. കുറേ വർഷം ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ അമ്മ. 50 വയസ്സൊക്കെ ആയി. ശരിക്കും വിശ്വസിക്കാൻ പറ്റണില്ല 50 വയസ്സാണ്. കാരണം കണ്ടാൽ പറയോ ഇപ്പോഴും ഞങ്ങായിട്ടിരിക്കല്ലേ. ഇഷ്ടപ്പെട്ടുണ്ടാവും, അതറിയാം, ഇരിക്കട്ടെ. എന്നാലും എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിനക്ക് ഇവിടെ നിന്നാണ് ഇത്രയും സ്നേഹമുള്ള സ്വഭാവം, അടിപൊളി സ്വഭാവം കിട്ടണേന്ന്. ഞാൻ ഒറ്റ കാര്യം പറയാറുള്ളൂ, എനിക്ക് അമ്മേൻ്റെ അതേ സ്വഭാവമാണ്. അമ്മയ്ക്ക് നല്ല സ്നേഹനിധിയായ അമ്മ ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ സ്വഭാവമൊക്കെയാണ് ഞാൻ പറയാം. എൻ്റെ കാര്യം അങ്ങനെയാണെന്നറിയില്ല. എന്താണേലും അമ്മേനെക്കുറിച്ച് ഞാൻ സത്യം തന്നെയാണ് പറയണത്. എൻ്റെ ഫ്രണ്ട്സിൽ അറിയാലോ, പോപ്പി, റീച്ചിൽ, രാഹുൽ, ആര് വന്നാലാണ് അവരൊക്കെ എല്ലാവരും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വേറെ വീട് പോലെ ഒന്നുമില്ല, സ്വന്തം വീട് പോലെ തന്നെ. കാരണം അമ്മയും ഡാഡിയാണേലും അമ്മയാണേലും അവർക്ക് അങ്ങനെ കാണിക്കാറില്ല. എല്ലാവരും സ്വന്തം മക്കളെ പോലെ തന്നെയാണ്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. അത്രയും നല്ലൊരു പാരൻസിനെ കിട്ടിയത്. റിയലി ബ്ലെസ്ഡ് ആണ്. അപ്പം വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. 50 വയസ്സായി, നല്ല പ്രായമായിട്ടും അമ്മ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് മുടിയിൽ എണ്ണ തേച്ച് തരാൻ ആരുമില്ല. മറ്റേതായിരുന്നെങ്കിൽ ഇങ്ങനെ സോഫേൻ്റെ അവിടെ ഇരുന്ന് അമ്മ തലയിൽ എണ്ണ തേച്ച് തരുമെന്ന് ചോദിച്ച് തലയിലൊക്കെ എണ്ണ തേച്ച് തരും. അതായത് ഭയങ്കര എളുപ്പമായിരുന്നു. ഇവിടെ പൊട്ടൽ വെക്കാൻ ഭയങ്കര പാടാണ്. എന്തിപ്പോൾ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 50 വയസ്സായി. ബർത്ത്ഡേ ഒക്കെ നമുക്ക് ഞാൻ നാട്ടിൽ വന്നിട്ട് നല്ലപോലെ ആഘോഷിക്കാം. അങ്ങനെ നമുക്കിനി നാട്ടിൽ വന്നിട്ട് അടി കൂടണ്ടേ? നാട്ടിൽ വന്നിട്ട് അടി കൂടണം, ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ. ഐ ലവ് യു അമ്മ. ഹാപ്പി ബർത്ത്ഡേ സോണി. എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ സോണിയമ്മേ. നമ്മള് സാന്ദ്രമോളുടെ അമ്മ എന്നതിലുപരി എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരിയായി ഒരു 2 വർഷക്കാലം കൊണ്ട് നമ്മൾ തമ്മിൽ കൂടിക്കഴിഞ്ഞാല് ഏത് കാര്യമാ പറഞ്ഞാൽ തമാശ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കൂടിയാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സന്തോഷം, എപ്പോഴും എന്തെങ്കിലുമൊക്കെ തമാശകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ ഒത്തിരി സന്തോഷങ്ങൾ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു നമ്മൾ കാണുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. ഇനിയും ഒത്തിരി കാലം സന്തോഷത്തോടും ആരോഗ്യത്തോടും ഐശ്വര്യത്തോടും എല്ലാവിധ സന്തോഷത്തോടും കൂടി ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സോണിക്കുട്ടി, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. സോണിച്ചി, ഹാപ്പി ബർത്ത്ഡേ ഡി. പിന്നെ എന്നോട് വിശേഷമൊക്കെ സുഖമല്ലേ? പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പം ഞാൻ ഓർക്കുന്നത് നീ ലഭിച്ചിടണം ഐലവി പറഞ്ഞപ്പോൾ ഞാൻ തകർന്നടിച്ചു പോയതാണ്. കാരണം നീ ഭയങ്കരമായിട്ട് എന്നാ പറയേണ്ട, എല്ലാവരുടെ അടുത്തും നല്ല അടക്കമൊതുക്കുള്ള പെൺകൊച്ചല്ലേ. സോജ ആയിരുന്നെങ്കിൽ സമ്മതിച്ചല്ലേ, സോണിച്ചാണെങ്കിൽ എൻ്റെ ദൈവമേ ആരും സമ്മതിക്കത്തില്ലായിരുന്നല്ലോ. അതൊക്കെ ഞാൻ ഓർക്കാം. പിന്നെ നീ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ കണ്ണെഴുതി തരുന്നതും അതിന് വേണ്ടിയിട്ട് മിസ്സാവുന്നൊക്കെ ഞാൻ പറഞ്ഞൊക്കെ നീ ഓർക്കണുണ്ടോടി. പിന്നെ അതുകൊണ്ട് ചെറുപ്പത്തിൽ നിന്നെ കൊണ്ട് അടി കുളിപ്പിക്കുന്നതും എല്ലാം കുസൃതി ഞാൻ ഒപ്പിച്ചിട്ട് നിന്നെ കൊണ്ടല്ലേ ഞാൻ അടിയെല്ലാം കുളിപ്പിക്കുന്നത്. അതൊക്കെ നീ ഓർക്കണുണ്ടോ? ഓക്കെ ഡി. പിന്നെ നീ എല്ലാവരും നോക്കിയില്ലേ, പാരൻസിനൊക്കെ നോക്കി മമ്മീനെ ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ നീ നല്ലോണം നോക്കി, അതിനൊക്കെ ഒത്തിരി നന്ദി കേട്ടോ. അതൊക്കെ ഒരിക്കലും മറക്കത്തില്ല. അതിൻ്റെ എല്ലാ ദൈവാനുഗ്രഹം നിനക്കുണ്ടാവും. നീ ഗ്രാൻഡ് പാരൻസിനെ എത്രമാത്രം നോക്കി, വീട്ടിലുള്ള അപ്പച്ചനെ അമ്മച്ചനെ നോക്കി, അത് കഴിഞ്ഞ് മമ്മീനെ നോക്കി, അങ്ങനെ ഫുൾ നിൻ്റെ നല്ല യൗവനം അങ്ങനെ എല്ലായിരുന്നു. അപ്പോൾ എല്ലാത്തിനും നന്ദി. അപ്പോൾ ഒത്തിരി മിസ്സാകുന്നുണ്ട് നിന്നെ. അപ്പോൾ ചക്കരയമ്മ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ചക്കര പഞ്ചായത്തെ പാലുമ്മ. ഹായ് സോണിച്ചി, എന്നോട് വിശേഷം? ബർത്ത്ഡേ ഒക്കെ ആയല്ലേ? എത്ര വയസ്സായി? പിന്നെ സോണീച്ചിയുടെ കാര്യങ്ങൾ ഒപ്പം പെട്ടെന്ന് വരുന്നത് ഹോസ്പിറ്റാലിറ്റിയാണ്, ഭക്ഷണം, ഫുഡ്. അപ്പോൾ അവിടെ വന്ന് തിരിച്ച് വീട്ടിൽ മലബാറിൽ വന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോകുമ്പോൾ എങ്ങനെയായാലും ഒരു 3 കിലോ അല്ല 4 കിലോ എങ്കിലും കൂടിയിട്ടുണ്ടാവും. അപ്പം ഹാപ്പി ബർത്ത്ഡേ. എല്ലാ ഓർമ്മകളും ഇങ്ങനെ മനസ്സിലൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. 1000 ആരോഗ്യ സൗഖ്യങ്ങൾ നൽകട്ടെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ സോണിയമ്മ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഞാൻ പണ്ട് നാട്ടിൽ ഈ സമയമൊക്കെ ആകുമ്പോൾ അവിടെ വെക്കേഷൻ അല്ലേ, അപ്പൊ ഞാൻ അവിടെ വന്നതും
സോണിയമ്മയുടെ ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, മീൻ വറുത്തത്, മോര് കറി, ചോറ് എല്ലാം എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതിയാവും. കാരണം ഈ സമയം നമ്മൾ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം ഇനി ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ എന്തായാലും പറയും. അപ്പോൾ സോണിയമ്മയുടെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ എല്ലാം കഴിക്കാം. അപ്പോൾ ഒന്നും കൂടെ ഹാപ്പി ബർത്ത്ഡേ ടു യു സോണിയമ്മ ചക്കരയമ്മ. ഹലോ സോണിയമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? പണ്ട് നാട്ടില് ജോർജ് അമ്മ പ്രഗ്നന്റ് ആയ സമയം, ജോർജിനെ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ സോണിയമ്മേൻ്റെ അടുത്ത് പോയപ്പോൾ സോണിയമ്മ എന്നെ ഭയങ്കര കെയർ ചെയ്തും സ്നേഹിച്ചൊക്കെ ചെയ്തു. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. സോണിയമ്മേനെ ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാരോടും എന്നെ അന്വേഷണം പറയണം. ചക്കര പഞ്ചാര പാലത്തേന് ഉമ്മ. ഹാപ്പി ബർത്ത്ഡേ സോണിയമ്മ. പണ്ട് എൻ്റെ ഇവിടെ ഞാൻ മറ്റേ കൂട്ടിൻ്റെ അവിടെ വീണപ്പം ഇവിടെ പാടൊക്കെ വന്ന് സോണിയമ്മ ടെൻഷനൊക്കെ ആയി. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി എന്തോരം കെയർ തന്നെ ചെയ്തു. പിന്നെ സോണിയമ്മയുടെ ചിക്കൻ ഫ്രൈ ഉണ്ടോ പൊന്നോ, കഴിക്കാൻ നല്ല രുചിയാട്ടോ. ഹാപ്പി ബർത്ത്ഡേ സോണിയമ്മ ഉമ്മ. ഹലോ സോണിയമ്മേ, സോണിയമ്മ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ, താങ്ക് യു കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. പിന്നീട് പണ്ടൊക്കെ ഞാൻ സോണിയമ്മയുടെ വീട്ടിലാകുമ്പോൾ സോണിയമ്മ പറയത്തില്ലേ, ജോർജ് ഇങ്ങോട്ട് വന്ന് ചക്കര വന്ന് കുഞ്ചിരി വന്ന് അങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ, അതുവരെ എനിക്ക് അങ്ങോട്ട് ചോദിക്കണമെന്നുണ്ട്. അപ്പോൾ ഉമ്മ ഹാപ്പി ബർത്ത്ഡേ, ബൈ ബൈ. ഹലോ സോൺ ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻ്റെ അടുത്ത് കുറച്ചധികം ദിവസം മുന്നേ സാന്ദ്രക്കുട്ടിയൊക്കെ ചോദിച്ചതാണ് ഒരു വീഡിയോ അയക്കണമെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറന്നു. അപ്പോൾ ഞാനിപ്പം തിരിച്ച് പിന്നെ ദിവസങ്ങൾ കുറവല്ലേ, അപ്പോൾ ഞാൻ ഇപ്പം എയർപോർട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് കുറേ സമയമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വിഷയം പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ വിഷയം മാത്രമല്ല, നല്ലൊരു മെമ്മറി പറയണമെന്നാണ് പറഞ്ഞത്. അവൾ പറഞ്ഞത് സോണിയച്ചയെക്കുറിച്ചുള്ള ഒരു നല്ലൊരു നല്ല കുറേ മെമ്മറീസ് ഉണ്ട്. ലൈക്ക് എൻ്റെ സെക്കൻഡ് മദർ പോലെ തന്നെയാണ് ഓഫ് കോഴ്സ് ആ ഒരു ഫീലുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും സോണിയച്ചയെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുമ്പോൾ ഫണ്ണി ആയിട്ടുള്ള കുറേ മൂമെൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് എപ്പോഴും എനിക്ക് തോന്നുന്നു ഞാനിതൊരു ഒരു 100 തവണയെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് കൊടുക്കും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച്, നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ കളിക്കുമായിരുന്നല്ലോ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിനക്ക് ഓർമ്മയുണ്ടാവും എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ അതാണ് എൻ്റെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള, ഞാൻ മനസ്സിലെപ്പോഴും നിൽക്കുന്ന ഒരു മെമ്മറിയാണത്. എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് ഭയങ്കര ഒച്ചപ്പാടും ബഹളം. രാത്രി 2-2:30 കണ്ടാണ് വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളം. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള കൂടുമ്പോഴുള്ള അവസ്ഥയാണല്ലോ. കാറിലും കൂലും ബഹളമൊക്കെ ആകുമ്പോൾ നമുക്ക് ലാൻഡ് ലൈനിലേക്ക് മൊബൈലൊക്കെ അന്നില്ല, അന്ന് ആയി വരുന്നതൊക്കെയുള്ള സമയമായിരിക്കും ചിലപ്പോൾ. മൊബൈലൊന്നും എല്ലാവർക്കും ഒന്നുമില്ല. നമ്മൾ ലാൻഡ് ലൈനിലേക്ക് നമുക്കൊരു കോൾ വരുന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള ആരോന്നും ഞാൻ പറയുന്നില്ല, അപ്പുറത്തെ വീട്ടിൽ നിന്ന് എനിക്ക് കോൾ വരുന്നു. അപ്പം കോൾ വന്നപ്പോഴത്തേ സോണിയച്ചയായിരുന്നു അതിന് തൊട്ടടുത്തിരുന്നത്, ഇതിൻ്റെ ഫോണിൻ്റെ. എന്നിട്ട് ഫോൺ എടുത്തിട്ട് സോണിച്ച് ഹലോ എന്ന് വെച്ചപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ ചോദിച്ചു ചോദ്യം അപ്പോൾ സമയം എത്രയായി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉടനെ സോണിച്ച് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ക്ലോക്ക് നോക്കിയിട്ട് 2:30 കഴിഞ്ഞു, അതാ എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ ഉടനെ അവർ പറയുന്നത് അത് 2:30 കഴിഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കണം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങണം, 2:30 കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പം സോണിച്ച് പാവം ജെനുവിനായിട്ട് വിചാരിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ചോദിക്കാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ ഫോൺ വിളിച്ച് ചോദിച്ചതെന്നുള്ളൊരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള, ഇത്രയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട് വരുന്ന ഒരാളാണ് സോണിച്ച്. അത്രയും ഇന്നസെൻ്റാണ് സോണിച്ചിയുടെ കാര്യത്തിൽ. ഉടനെ സോണിച്ച് പിന്നെ ഇത് നോക്കിയിട്ടേ എന്താ പറയുക, ക്ലോക്ക് നോക്കിയിട്ട് 2:30 കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ വായിന്ന് കുറേ ചീത്ത കേട്ട് കഴിഞ്ഞപ്പോഴാണ് സോണിച്ചിക്ക് കത്തിയത്, റിലേ വന്നത്. അതിൽ സമയം ഇത്രയായി മിണ്ടരുതെന്ന് പറയാനാണ് വിളിച്ചതെന്നുള്ളത്. അതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള, എനിക്ക് എപ്പോഴും സോണിച്ചെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു മെമ്മറിയാണത്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദ വേ യു കെയർ, നന്നായിട്ട് കെയർ ചെയ്യുന്ന രീതിയാണെങ്കിലും എല്ലാം അതൊരു ഭയങ്കരമായിട്ടുള്ള, മമ്മി പോയെങ്കിലും അവിടെ വരുമ്പം സോണിച്ച് അവിടെ ഉള്ളതൊരു ഹാപ്പിനെസ് തന്നെയാണ്. ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു, ലവ് യു സോ മച്ച്, ഹഗ് യു ഉമ്മ, ചക്കര പഞ്ചാര തേൻ പാലുമ്മ. ഓക്കെ, ബൈ.
ഹാപ്പി ബർത്ത്ഡേ സോണിച്ചി. എന്താ പറയുക, നല്ലൊരു അടിപൊളി വർഷമായിരിക്കട്ടെ. ഇപ്പം സോണിജിനെ കൂടെ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. എനിക്കൊരു എന്താ പറയുക, സിസ്റ്റർ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നികത്തിയ ഒരു ആളാണ് ശരിക്കും സോണിജി. എന്താ പറയുക, അതുപോലെ വളരെ ക്ലോസ് ആയിട്ടുള്ള എനിക്ക് സിസ്റ്റർ ഫീൽ തോന്നിയേക്കുന്ന ഒരാളാണ് സോണിജി. പിന്നെ അറിയാലോ, ഞാനൊരു ഫുഡിയാണ്. ഞാനെപ്പോൾ കണ്ണൂർ വന്നാലും എല്ലാ 1 മണിക്കൂറിലും എനിക്ക് പുതിയ 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 ഓരോ സാധനങ്ങൾ, ഞാൻ ഒട്ടും കൂട്ടി പറയുന്നതല്ല, ഒരു മണിക്കൂറിലല്ല, എല്ലാ അരമണിക്കൂറിലും അത്രയും സ്വാദിഷ്ടമായ ഒരുപാട് ഫുഡ് എനിക്ക് തരാറുണ്ട്. അപ്പം എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ പറയുന്നു, ഒരു ഹാപ്പി ബർത്ത്ഡേ അഗെയിൻ. നല്ല ഒരു വർഷമായിരിക്കണം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ സോണി അമ്മേ. എനിക്കില്ലേ ഈ ജനുവരി അല്ല ജൂലൈയും ജൂണും വരെ ഭയങ്കര ഇഷ്ടമാണ് കണ്ണൂരിൽ. സോനമ്മയുടെ ബീഫൊക്കെ കഴിക്കണം, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. എനിക്ക് ഒറ്റ വരണം കണ്ണൂരിലോട്ട്. ഹായ് സോണിച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തിരക്ക് പിടിച്ചെടുത്തൊരു വീഡിയോ കേട്ടോ, അതുകൊണ്ട് ശരിക്കും ഒന്നും പ്രിപ്പയർ ആയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ആദ്യം മൈൻഡിൽ വരുന്ന കാര്യം പറയാം. ഓക്കെ, എനിക്ക് സോണി ചേച്ചിനെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ചെറുപ്പത്തിൽ, എനിക്ക് എത്രാമത്തെ വയസ്സിലോ എത്രാമത്തെ ക്ലാസ്സിലോ ഒന്നും എനിക്കറിയത്തില്ല. അവിടെ ആ ഏരിയയിൽ അവിടെ മാത്രമേ TV ഉള്ളൂ. അവിടെ ഉണ്ട്, എനിക്ക് നമ്മുടെ പിന്നെ ഓപ്പോസിറ്റ് ഒരു നമ്മുടെ ശ്രേയസേട്ടയുടെ വീട്ടിൽ അവിടെ ഉണ്ട് TV. അപ്പോൾ എന്നെ അങ്ങോട്ടേക്ക് എന്നെ കളിക്കാൻ വിടുന്നത് TV കാണാനെന്നുള്ള അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം, ആഴ്ചയിൽ 2 പ്രാവശ്യം കണ്ട് സിനിമ കാണാൻ വേണ്ടി അനുവാദം തന്നിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നോണ്ടിരുന്ന ഓർമ്മ കേട്ടോ. അപ്പോൾ എന്താ ശക്തിമാനോ ഏതൊക്കെ സിനിമ വരാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ച എന്തോ ഒരു ദിവസം 2 മണിക്കൂർ എനിക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് തന്നെ എൻ്റെ പുറകെ നടന്ന് ഫുഡ് തീറ്റിക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ നമ്മുടെ പേരമരമായിരുന്നു തോന്നുന്നു. പേരമരം ഉണ്ടായിരുന്നില്ല നമ്മുടെ പശുത്തോട്ടത്തിൻ്റെ ഇപ്പുറ സൈഡിൽ. അതിൻ്റെ മുകളിൽ ഒരു ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കയറി ഞാൻ കുസ്തി കാണിച്ച് ഊഞ്ഞാലായിട്ട് നേരെ താഴെ വീണ് ഊഞ്ഞാല് നേരെ മുകളിൽ പോയിട്ട് തിരിച്ച് എൻ്റെ ഈ ചുണ്ട് പൊട്ടിയിട്ട് ഓർമ്മയുണ്ട്. ഇപ്പോഴും ഇങ്ങനെ തടിച്ചു പൊട്ടിരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ എന്താ പറയുക, ഷണ്ണ് വലിയൊരു പോയോടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയൊരു പോയാണ് എഴുതിയേക്കുന്നത്. സോ അവളത് വായിക്കേ. Hi Sonchechi, I don't know how to express in Malayalam, but there is something that's very small thing that I've written for you. So here it goes. To my dearest Sonchechi, from the moment I joined your loving family, you welcomed me warmly, hand in hand. Through tales such as acceptance is rare, your open arms showed me how much you care. At first I wondered, why is she so quiet? Does she like me, or did I do something? But time revealed a bond so true, a sister, a friend, and moreover a mother in you I knew. Our playful car race, the laughter we shared, your presence, your love showed me how much you cared. The meals you cooked with too much love left memories time cannot erase. I miss the warmth of your hug, the joy, the love and your smiling face. Eagerly I wait for the day to return with our little one and stay. ഈ പറഞ്ഞ പോലെ കാർ റേസും പിന്നെ ഫുഡും കുക്കിങ്ങും ചേച്ചിന്റെ ഫിഷ് ഫ്രൈ ഇപ്പോഴും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അധികം നേരം നീട്ടിക്കുന്നില്ല, എല്ലാവർക്കും പോരാ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. 50 വിചാരിക്കണ്ട കേട്ടോ, 50 എനിക്കും തോന്നുന്നില്ല. അപ്പോൾ മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. Wish you a very happy birthday Sonchechi. Stay blessed. Love you. Lots of love. ചക്കര പഞ്ചാരത്തെയും പാലുമ്മ. ചക്കര പഞ്ചാരത്തെയും പാലുമ്മ. ബൈ. Bye. ഹലോ സോണി, ഹാപ്പി ബർത്ത്ഡേ ഡിയർ. പിറന്നാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു കേട്ടോ. എല്ലാവിധ ആശംസകളും. ആസ് എ ഫ്രണ്ട് സോണിയെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ, ഞാൻ സോണിയെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5C ഫ്രാൻസിസ് സാറിൻ്റെ ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ തൊട്ടടുത്ത ക്ലാസ്സിൽ നെല്ലിക്കാമ്പോയിൽ നിന്ന് ട്രാൻസ്ഫർ മേടിച്ച് വന്ന കുട്ടി.
ആ രീതിയിലാണ് സോണിയ അറിയുന്നത്. ഷാനൊക്കെ പരിചയമുണ്ട്, കാരണം നെല്ലിക്കാൻ പോയി കാര്യമായതുകൊണ്ട്. റെഡ് ടോപ്പിട്ട് ക്ലാസ് കൂടി ഇങ്ങനെ നടക്കുന്ന കുട്ടി. പിന്നെ പതുക്കെ പാട്ടുകാരിയാണെന്ന് അറിയുന്നു. കൊയർ ഗ്രൂപ്പിൽ, പിന്നെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ആ ടീമിലൊക്കെ സോണിയുണ്ട്. സോണിയും ഷാനുമാണ് പ്രധാനപ്പെട്ട പാട്ടുകാരെ. അത് കഴിഞ്ഞ് കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ, അതായത് സബ് ജില്ല അങ്ങനെ മത്സരങ്ങളൊക്കെ വരുമ്പോൾ 7 പേര് വേണമല്ലോ. അപ്പം നന്നായി പാടുന്ന ഷാന്, സോണിയും, ജയ അങ്ങനെ കുറേ പേരും, താളവും ശ്രുതിയും തെറ്റിലൊക്കെയുള്ള എന്നെപ്പോലുള്ള കുറച്ച് പേര് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഗ്രൂപ്പിൽ ഞാൻ എത്തുന്നത്. ഒരുമിച്ച് പ്രാക്ടീസ്, മാനവ് സാറിൻ്റെ പാട്ട് പ്രാക്ടീസൊക്കെ ഓർമ്മയുണ്ടോ? മനാകുളത്തെ ബിന്ദു, ജയ, മർക്കോ സാറിൻ്റെ ജയ, ഷാന്, സോണി, ഞാൻ. വേറെ ആരെയും എനിക്ക് അത്ര ഇങ്ങനെ ഓർമ്മ വരുന്നില്ല. അത് കഴിഞ്ഞ് 7ാം ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിൽ വെച്ച് ബാലകലോത്സവം നടക്കുന്നു. ആ ബാലകലോത്സവത്തിന് മല 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 മാമല മഞ്ഞല ഗ്രൂപ്പ് സോങ്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് കളിച്ചു, അതേ സെയിം പാട്ട്. പിന്നെ ചെമ്പത്തൊട്ടി എവിടെയോ കോമ്പറ്റീഷന് പോയതൊക്കെ ഓർമ്മയുണ്ട്, നമ്മൾ ഈ ഗ്രൂപ്പ് സോങ്ങുമായി ബന്ധപ്പെട്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ ഓർമ്മകൾ. സോണിയുടെ അത് കഴിഞ്ഞ് 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചാകുന്നത്. നമ്മൾ ഒരുമിച്ചാകുന്നു. 8A ക്ലാസ്സിൽ ഗ്രേസ് ടീച്ചറാണ് ക്ലാസ് ടീച്ചർ. നമ്മൾ ഒരുമിച്ചാകുന്നു. ഷാനൊക്കെ ഇപ്പോൾ മാറിപ്പോയി. മഞ്ജുള, റേച്ചല്, ദീപ, മതി, ഞാൻ, നീയൊക്കെ. അങ്ങനെ നമ്മൾ ഒരുമിച്ചാകുന്നു. അങ്ങനെയാണ് കൂട്ട് കുറച്ചും കൂടി ഒരുമിച്ച് നടക്കാനും ഒരേ ക്ലാസ്സിലാണ്. ആ ബാത്റൂം ഓർക്കുന്നുണ്ട്, പുറയിലേക്കുള്ള ഇടവഴി കൂടി പോകുന്ന ബാത്റൂമിൽ നമ്മളൊക്കെ ഗ്രൂപ്പായിട്ട് പോകുന്നു, അവിടെ നിന്ന് വർത്താനം പറയുന്നു. അന്ന് UP സ്കൂളിൽ പഠിക്കുമ്പോൾ നെല്ലിക്കാമ്പൊലി ആ കമ്പിയേഴി ഇട്ട വീട്ടിലാണ്, റോഡ് സൈഡിലുള്ള. അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ കയറുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ ചുള്ളിയോടത്തെ വീട്ടിൽ, നല്ല ഭംഗിയുള്ളൊരു വീടായിരുന്നു അത്. അന്നത്തെ കാലത്ത് അത്രയും ഫ്ലോറൊക്കെ അത്രയും റെഡ് ഓക്സൈഡോ അതോ ഫ്ലോർ പെയിൻ്റ് ഒക്കെ അടിച്ച് അടിപൊളി ഒരു വീട്ടിൽ ഞാൻ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ വീടിന് ചില പ്രത്യേകതയുള്ള വീടായിരുന്നു. ആ വീടിൻ്റെ ജനലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു ഫുട്പാത്ത് പോലെ നടക്കുന്ന വഴിയൊക്കെ ആയിട്ട്. എൻ്റെ വീട്ടിൽ സോണിയും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് സോണിയുടെ വീട്ടിലുള്ള, അതായത് വീട്ടിലുള്ള ആളുകൾ നമ്മൾ സ്വാഭാവികമായിട്ട് അറിയും. പക്ഷെ ടോമിച്ചായൻ, ലൂസി ആൻറ്റി, വത്സ ആൻറ്റി, രാജിനകൾ, ഇവരെല്ലാം എനിക്ക് പരിചയമാണ്. ഇത് പറഞ്ഞ് എൻ്റെ ഏതോ സ്വന്തക്കാർ പോലെ, നമ്മുടെ എങ്ങനെ സ്വന്തക്കാർ പോലെ എനിക്ക് നല്ല പരിചയം. പക്ഷെ ഇവർക്കാർക്ക് എന്നെ അറിയില്ല. നമ്മൾ ഈ ക്ലാസ്സിലിരുന്ന് കൂട്ടുകൂടി വർത്താനം പറയുമ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇവരെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല പരിചയം. എനിക്ക് നല്ല എൻ്റെ സ്വന്തം ആളുകളെ പോലെയാണ് എല്ലാവരെയും. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. ആ സമയം കഴിക്കുന്നത് കുറച്ച് നാൾ അത്ര കോണ്ടാക്ട് ഇല്ലായിരുന്നു, കാരണം ഫോണില്ല, അധികം അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കില്ല, അങ്ങനെയുള്ള കാലം. അത് കഴിഞ്ഞ് പിന്നെ സോണിയുടെ കല്യാണം. സോണിയുടെ എൻഗേജ്മെൻറ്റിന് ഞാനാണ് ഒരുക്കിയത്. എൻഗേജ്മെൻറ്റ് സമയമൊക്കെ ആയിട്ട് ചരലിലാണ് എനിക്കൊന്ന് അങ്ങോട്ട് സ്ഥലം വിറ്റുപോയി. അത് കഴിഞ്ഞ് ചരലിൽ ഞാനും ഷാനും കൂടിയാണോ എൻഗേജ്മെൻറ്റിന് വന്നത് എനിക്ക് സംശയമുണ്ട്. വന്നു ഒരിക്കലും ഞാനാണോ എന്നുള്ളത് എനിക്കത്ര ഓർമ്മയില്ല. ആ ദിവസമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ ഞങ്ങൾ പോയത്, അവിടെ കണ്ട കാപ്പി, അങ്ങനെ അങ്ങോട്ടൊക്കെ പോയതും. പിന്നെ സൂര്യയിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ, അതായത് ഫുഡൊക്കെ സൂര്യയിൽ വെച്ചായിരുന്നു. സോണിയും ഡെനിച്ചേട്ടൻ്റെ മുമ്പ് ഇരിക്കുന്നത്, ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്, അതൊക്കെ നല്ല ദിവസം. അതൊന്നും ഓർമ്മ പോയിട്ടില്ല, അതൊന്നും പുതിയതായിട്ട് ഓർത്തെടുക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് കല്യാണം നെല്ലിക്കാൻ വെച്ച് കല്യാണത്തിൻ്റെ മന്ത്രോടി കൊടുത്ത് ഓർക്കുന്നുണ്ടോ? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നെ എനിക്കത്ര ഉടുപ്പിക്കാനും അറിയത്തില്ല, സോണിക്ക് അത് ഉടുത്തിട്ടുമില്ല. ഒരു വിധത്തിൽ നമ്മൾ ഉടുത്തുപ്പിച്ചു. അത് കഴിഞ്ഞ് സാന്ദ്രയുണ്ടായി. അത് കഴിഞ്ഞ് ഷാൻ്റെ കല്യാണത്തിന് കരിക്കോട്ടക്കരി നമ്മൾ ഒരുമിച്ച് പോയിട്ട് ഓർക്കുന്നുണ്ടോ? തെന്നി കാല് ഫ്രാക്ചർ ആയത്, കുറച്ച് നാൾ ഇരിപ്പായി. അത് കഴിഞ്ഞ് 1 വർഷം കൂടി കഴിഞ്ഞാണ് എൻ്റെ കല്യാണം. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയിൽ 2 സൈഡിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റിൽ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ഞാൻ സാന്ദ്രയ്ക്ക് അയച്ചു കൊടുത്തു. സോണിയും ഷാനും അവളെ എൻ്റെ കല്യാണത്തിന് സമയത്തേക്ക് ഷാൻ പ്രഗ്നൻ്റ് ആയിട്ട് റെസ്റ്റിലേക്കായി. അപ്പം സോണി, ഡെനിച്ചേട്ടൻ, സാന്ദ്ര. അന്ന് സാന്ദ്രയ്ക്ക് എനിക്ക് 2-3 വയസ്സുണ്ട്. 2-3 വയസ്സായ സാന്ദ്രയും കൊണ്ട് എൻ്റെ വീട്ടിൽ വരുന്നത്, എൻ്റെ കല്യാണത്തിന് മുമ്പ് എൻ്റെ വീട്ടിൽ വരുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. കൊട്ടിയൂർ വന്ന് നിങ്ങൾ വിരുന്നിന് വന്നു, ആ വീഡിയോയിലൊക്കെ അതുണ്ട്. അതിനുശേഷം എനിക്ക് 1-2 പിള്ളേരൊക്കെ ആയി. ഞങ്ങൾ വണ്ടി കൂട്ടി പുറവിലേക്ക്, അതായത് കൊട്ടിയൂരിൽ നിന്ന് പുറവിലേക്ക് പോകുമ്പോൾ നെല്ലിക്കുമ്പായിൽ സോണി ഉള്ളത് എനിക്കൊരു അനുഗ്രഹമായി മാറി. കാരണം റോഡ് സൈഡാണ്, കാണാൻ ഈസി. പിന്നെ എന്നെ 1ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറാണേ, ടീച്ചർ തോമസ് സാർ, നമ്മുടെ പ്രിയപ്പെട്ട സാറ്. എല്ലാവർക്കും നല്ല സ്നേഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ കയറും, ജസ്റ്റ് കയറി കാണും, ഒരു 10 മിനിറ്റ് സംസാരിച്ച് വർത്താനം പറയും. അപ്പോൾ സോണിച്ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡ് സോണും, ഒരു 10 മിനിറ്റ് സംസാരിച്ച് വർത്താനം പറയും. അപ്പോൾ സോണിച്ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡ് സോണിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിൽ കണ്ടുപരിചയമുള്ളതും അടുപ്പമുള്ളതും ഒരു പക്ഷേ സോണിയോടാണ്. കാരണം നമ്മൾ ഈ പോവുകയും വരികയും ചെയ്യുന്നത് കൊണ്ട് കാണുന്നുണ്ട്. സോണിയും എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ കഴിഞ്ഞ ജനുവരിയിൽ എന്നെ കാണാനായിട്ട് തന്നെ വന്നു.
അങ്ങനെ സോണിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വേറൊന്നും ഓർക്കില്ല, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത്. അത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അങ്ങനെ പിണങ്ങിയതായിട്ടൊന്നും ഓർമ്മയില്ല, ആരോട് പിണങ്ങിയതായിട്ട് ഓർമ്മയില്ല. അധികം ഒച്ചത്തിലൊന്നും വർത്താനം പറയാതെ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത്. എൻ്റെ അച്ഛനൊക്കെ പറയും ഭയങ്കര ചെറിയ എന്നെ ഒതുക്കത്തിൽ സംസാരിക്കുന്ന, ആരെയും വെറുപ്പിക്കാത്ത, എല്ലാവരെയും വളരെ സ്നേഹത്തോടെ കാണുന്ന സോണി. ആ വീട്ടിലൊരു കുടുംബ വീടാണല്ലോ, കാരണം ഒറ്റമകൻ്റെ ഭാര്യയായിട്ട് അവിടെ ചെന്നിട്ട് അതല്ല, അടിപൊളി വീട്ടമ്മയാണ്. ടീച്ചറിനെ സാറിനെയും പൊന്നുപോലെ നോക്കി. അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അതാരും അതിനൊരു ഒരു വേറെ ഒന്നും പറയാനില്ല. ഡെന്നിച്ചേട്ടനെ കിട്ടാവുന്ന ഏറ്റവും നല്ല ചോയ്സായിരുന്നു സോണി. സോണിക്ക് അതുപോലെ തന്നെ ഡെന്നിച്ചേട്ടൻ മുൻകോപമൊന്നുമില്ല, ഒരു കാര്യത്തിന് നോ പറയില്ല. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചതിനിടയ്ക്ക് അടിപൊളിയായിട്ട് ടീച്ചറൊക്കെ വയ്യാതിരുന്ന സമയങ്ങളാണെങ്കിലും എല്ലാ കാര്യത്തിലും കൂടി, വീട്ടിലെ കാര്യത്തിനും ഒരു കാര്യത്തിനും കുറവ് വരുത്തതായിട്ട് എനിക്കറിയില്ല. മിടുക്കരായ 3 മക്കളെ, എനിക്ക് തോന്നുന്നു ആർട്സിനൊക്കെ പിള്ളേരെ കോമ്പറ്റീഷനൊക്കെ ഈ സോണി കൊണ്ടുപോവുകയും അതിനൊക്കെ ഉത്തരവാദിത്വം എടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എല്ലാ കാര്യം. ഞാൻ നോക്കുകയാണ്, ഞാൻ വീട്ടിലിരുന്ന് പിള്ളേരെ പഠിപ്പിച്ചു. കുക്കിങ്, ഫുഡ് ഒക്കെ നല്ല. സോണി എല്ലാ കാര്യത്തിലും, ചെടി നടല്. ഞാൻ എൻ്റെ അടുത്തേക്ക് ചെടി കൊണ്ടുവന്ന് ഓർക്കുന്നുണ്ടോ, മാളുവിനെ ചെമ്പേരിൽ എഞ്ചിനീയറിംഗിൽ ചേർക്കാൻ വിടുമ്പോൾ തിരിച്ചു വന്നപ്പോൾ സോണി അടുത്ത് കയറി അവിടെ നിന്നാണ് കുറച്ച് നല്ല ചെടികൾ കൊണ്ടുവന്ന് എൻ്റെ കൂടെ ഗാർഡനിങ് തുടങ്ങിയത് സോണിയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന ശേഷമാണ്. എക്സ്പെർട്ട് ഡ്രൈവർ, അടിപൊളി വീട്ടമ്മ, നല്ല അമ്മ, ഇല്ലോസിനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് സോണി നോക്കി. ടീച്ചർ നൈസാണ്, ഇത് എൻ്റെ ടീച്ചറാണല്ലോ 1ാം ക്ലാസ്സിലെത്തി. ഇതൊക്കെ വയ്യാതെ കുറേ നാളുണ്ടായിരുന്നല്ലോ, എല്ലാവരെയും പരാതിയില്ലാതെ നോക്കി. ആർക്കും അതിനൊരു നെഗറ്റീവ് പറയാൻ പറ്റില്ല. എല്ലാവരോടും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും മാത്രം സംസാരിക്കുന്ന സോണി. ഞങ്ങളുടെ കൂട്ടത്തിലെ ആദ്യത്തെ അമ്മ, ആദ്യത്തെ കല്യാണം കഴിച്ച സോണി, ആദ്യത്തെ അമ്മ, ആദ്യത്തെ അമ്മായിമ്മ. ആ റെക്കോർഡൊക്കെ സോണിക്കാം. അപ്പം ഈ 50ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ സോണിക്കും കുടുംബത്തിനും എല്ലാ നന്മകളും നേരുന്നു. അപ്പം സോണിക്ക് ഇനി വേണ്ടത് മനസ്സമാധാനവും, നമുക്കതല്ലേ ഒരു പ്രായം കഴിഞ്ഞാൽ മനസ്സമാധാനം, ആരോഗ്യം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ആരോഗ്യത്തിൻ്റെ കാര്യം പറയുന്നത് സോണിക്ക് മനസ്സിലാകും. പേരക്കിടാങ്ങളെയൊക്കെ വളർത്തട്ടെ, പിള്ളേരെ കല്യാണം കഴിപ്പിച്ച് പേരക്കിടാങ്ങളെയൊക്കെ വളർത്തി അടിപൊളിയായിട്ട് ജീവിക്കാം. ഈശ്വരൻ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ കേട്ടോ. അടിപൊളിയായിട്ടിരിക്കട്ടെ. ഓക്കെ. Hi, so happy birthday, many happy returns of the day. സോണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു നല്ല ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ. എപ്പോഴും ഞങ്ങളുടെ ബാല്യകാലമാണ് ഞങ്ങൾക്ക് എപ്പോഴും അനുസ്മരണീയമായിട്ടുള്ളത്, മറക്കാൻ പറ്റാത്തല്ലേ. സോ നമ്മുടെ കലാലയ ജീവിതങ്ങളും നമ്മുടെ മത്സരങ്ങളും എല്ലാം, അതുപോലെ എപ്പോഴും ഒരു മടുക്കാത്ത, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു നല്ല കൂട്ടുകാരി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ഒരിക്കൽ കൂടി എൻ്റെ നല്ല ജന്മദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ലവ് യു ഉമ്മ. ഹായ് സോണി, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഞങ്ങൾ 3 വർഷം ഒന്നിച്ച് പഠിച്ചിട്ട് എനിക്ക് സോണിയെക്കുറിച്ചുള്ള ഓർമ്മ എന്നറിയോ. സോണി ഞങ്ങൾക്ക് ചെറിയ കുട്ടിയായിരുന്നപ്പം ഒരു പ്രാവശ്യം പുറവിൽ വെച്ച ഡാൻസിൻ്റെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ നെല്ലിക്കാമ്പൂരുകാരും പുറവിലുകാരും പഠിപ്പിച്ചത് തങ്കം ടീച്ചറാണ്, കൺസൾട്ട് ടീച്ചർ. അപ്പോൾ തങ്കം ടീച്ചർ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞ നെല്ലിക്കാമ്പൂരിലെ കുട്ടികൾ വരുന്നുണ്ട്, അപ്പം നിങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്ങനെയായാലും അവരുടെ ഡാൻസിൻ്റെ പ്രാക്ടീസ് വന്ന സമയത്ത് ആരോട് ഓറടച്ചു. അപ്പം സോണീൻ്റെ കൈ അതിൻ്റെ അകത്ത് മുറിഞ്ഞിപ്പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിപ്പോയി. സോണിൻ്റെ കൈ മുറിഞ്ഞതിന് വീട്ടിൽ സോണീനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. കരഞ്ഞോണ്ടിരിക്കുന്ന കുഞ്ഞ് സോണീനെ എനിക്കൊന്നും ഓർമ്മയുള്ളത്. അതിനുശേഷം നമ്മൾ ഹൈസ്കൂളിൽ, UP നമ്മളൊന്നിച്ചല്ലായിരുന്നു, ഹൈസ്കൂളിൽ ഞങ്ങളൊന്നിച്ച് ഒരേ ക്ലാസ്സിലായി. നന്നായി പാട്ട് പാടുമായിരുന്നു. നമ്മളെല്ലാം ബോറടിച്ചിരിക്കുമ്പോൾ സോണി ഒരു പാട്ട് പാടുമെന്ന് ചോദിച്ചാൽ സോണി പാട്ട് പാടും. നല്ല സുന്ദരമായിട്ട് പാട്ട് പാടും, പറയുന്ന പാട്ട് പാടിത്തരും. നന്നായി പാടുക ഒരു വെടിക്കിയ പാട്ടുകാരിയായിരുന്നു സോണി. ഞങ്ങളുടെ പിടിച്ചപ്പോൾ 50ാം ജന്മദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു സോണി. ഗോഡ് ബ്ലെസ് യു. ഹായ് സോണി, 50ാം ജന്മദിനത്തിൻ്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. 80ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ എനിക്ക് സോണിയെക്കുറിച്ച് ചെറുപ്പത്തിലേക്ക് ഓരോരോ രംഗങ്ങളൊക്കെ ഓർമ്മ വരുന്നു. ഞങ്ങൾ തറവാട്ടിൽ ഒന്നിച്ചു കൂടും, മക്കളുടെ മക്കളെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ഞങ്ങളെ കശുവണ്ടി, ഇഷ്ടംപോലെ കശുവണ്ടി, കപ്പിലാം തോട്ടമുള്ള സമയത്ത് കശുവണ്ടി വറുക്കാൻ വേണ്ടിയിട്ട് പാളയൊക്കെ ആയിട്ട് ചാച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും പാളയൊക്കെ തന്നു. അപ്പം ഞാനും സോണിയൊക്കെ
മലയ്ക്ക് മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് താഴോട്ട് ഉരുണ്ട് കളിച്ച് താഴെ വീഴും, വീണ്ടും മുകളിൽ കയറും, വീണ്ടും താഴോട്ട് വീഴും. ഈ കളിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവിടെയുള്ള കുറേ സോപ്പും കായൊക്കെ പറക്കി ആ പാള നിറയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചാച്ചനെ കാണിക്കാൻ കുറച്ച് കപ്പലണ്ടിയും കശുവണ്ടിയും അങ്ങനെ പറക്കിയിട്ടിട്ട് ചാച്ചനെ പറ്റിക്കാറുണ്ട്. അതുപോലെ തന്നെ വല്യമ്മച്ചിയും പറയുമായിരുന്നു ചക്കക്കുരു പൊളിക്കും മത്സരിച്ച് ഏറ്റവും കൂടുതൽ ആർക്കാ കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ സോണി ഞാനൊക്കെ കൂടി ചക്കക്കുരു പൊളിക്കും. ചക്കക്കുരു ഇങ്ങനെ പൊളിച്ച് സോണീനെ ഞാൻ നോക്കും. സോണി പാവം 10 ഞാനൊരു 10 ആകുമ്പോൾ സോണി ഒരു 8 കാണുള്ളൂ. അപ്പോൾ സോണി എൻ്റെ ഒപ്പം എത്തിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സോണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എൻ്റെ ഒപ്പം എത്തും 10 പക്ഷെ ലാസ്റ്റ് നോക്കും സോണി ഓരോന്ന് പൊളിച്ച് ആരെയും കാണാൻ സോണിയുടെ മടിയിലേക്ക് എടുത്തിടും. എന്നിട്ട് അവസാന സമയത്ത് ഏറ്റവും കൂടുതൽ ചക്കക്കുരു പൊളിച്ച് കഴിയുന്ന സോണിയായിരിക്കും. ആ മടിയിൽ ഇരിക്കുന്നില്ല അങ്ങനെ കൂട്ടി ഒരു 10-30 ഞങ്ങൾക്കൊരു 10-20 ആകുമ്പോൾ അവൾക്കൊരു 30 ആക്കും. അങ്ങനെയൊക്കെ സോണി ഒത്തിരി തമാശകളൊക്കെ കാണിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നത് പ്രീ ഡിഗ്രി കാലത്ത് ഞാൻ സോണിക്ക് എനിക്ക് ഹാൾ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മട്ടന്നൂർ പഴശ്ശിരാജ കോളേജിൽ പോകണം. അന്ന് ഡെനി ചേട്ടനും കോളേജിൽ പഠിപ്പിക്കുന്ന സമയമാണ്. ഞങ്ങൾ ഹാൾ ടിക്കറ്റ് മേടിക്കാൻ എനിക്ക് തയ്യാറെടുക്കുകയാണ്. ഞാൻ സോണിയുടെ കൂടിയിട്ട് അപ്പച്ചനോട് പറഞ്ഞു സോണിയോട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാനും സോണിയും കൂടെ കൂടിയിട്ട് മട്ടന്നൂർ കോളേജിൽ പോയി ഹാൾ ടിക്കറ്റൊക്കെ മേടിച്ച് തിരിച്ച് ഡെനി ചേട്ടൻ്റെ കൂടെ തിരിച്ച് ഒരു കൂൾബാറിൽ കയറിയിട്ട് പിന്നെ സോണിയും ഡെനി ചേട്ടനും കൂടെ ഫലൂദയൊക്കെ കഴിക്കുമ്പോൾ അക്കൂടെ ഞാനും ഇരുന്ന് ഒരു പോസ്റ്റായി നിൽക്കുന്ന രംഗമെന്ന് ഓർത്തോണ്ടിരിക്കും. ഞാൻ ഒരിക്കലും അത് മറക്കില്ല. അവരുടെ ആ ജീവിതം ഓർക്കുമ്പോൾ പോലും ഞാൻ ആ രംഗമാണ് ഓർക്കുന്നത് ഇപ്പോഴും. അപ്പോൾ ഓക്കെ, ലവ് യു.